ഹായ്, എല്ലാവർക്കും സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയിലേക്ക് സ്വാഗതം. ആ കാഴ്ച വളരെ പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ ഞാൻ 3 ആളുടെ പൊക്കമുള്ള കരിമ്പ് കാണിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് വള്ളിക്കരിമ്പാണ്. വള്ളിക്കരിമ്പുകളുടെ ഒരു തീരത്തോടെ സിമെൻ്റ് റോഡിലൂടെ നമ്മൾ കടന്നു പോകുന്ന ആ അപൂർവമായ കാഴ്ചയാണ്. 2 സ്ഥലത്തും വള്ളിക്കരിമ്പുകളാണ്. അരയ്ക്ക് പൊക്കേ ഉള്ളൂ. അതിന് ഏകദേശം നമ്മുടെ ഈ ഇത്രയും ഒരു കയ്യിലെ പൊക്കം ഉണ്ടാവുള്ളൂ തല വെട്ടി കഴിയുമ്പോൾ. ആ കരിമ്പിനെ നമുക്കൊന്ന് കാണാം. അതിൻ്റെ ആയിരക്കണക്കിന് ഏക്കറുകളും കണ്ടാണ് സിമെൻ്റ് റോഡിലൂടെ നമ്മുടെ ഈ വാഹനം പോകുന്നത്. അങ്ങോട്ട് പോകാം. 2 സൈഡും നോക്ക്, ഇതെങ്ങോ അങ്ങെത്തി നോക്ക്. ആയിരക്കണക്കിനല്ല 10,000കണക്കിന് ഏക്കർ അങ്ങ് പോയേക്കുവാണ്. ഈ സിമെൻ്റ് റോഡിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഈ 2 സൈഡും കാണിക്കുമ്പോൾ ഈ കരിമ്പ് നിൽക്കുന്ന അങ്ങേ ഭാഗം നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഇത് ചുള്ളിക്കരിമ്പ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അവർ പറഞ്ഞു നിങ്ങളോട്, ചുള്ളിക്കരിമ്പ്. കരിമ്പുകളിൽ പലതരത്തിലുള്ള കരിമ്പുണ്ട്. വലിയ പൊക്കമുള്ളത്, ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പുതിയ മോഡല്. ഈ സൈഡിൽ നോക്കി വേറെ വള്ളിക്കാലാണ് അപ്പോൾ ആ കരിമ്പിൻ്റെ. ഇതങ്ങോട്ട് നോക്കുക, കരിമ്പ് വെട്ടി വണ്ടിയിൽ കയറ്റുന്ന ആ മനോഹരമായ കാഴ്ചയാണ് നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നത്. ഇതൊക്കെയാണ് സാജൻ പൈനാപ്പിളിൻ്റെ റിസ്ക് എടുത്ത്. ഇതൊരു ഉൾഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഞങ്ങൾ എത്തി. ഏറ്റവും കൂടുതൽ കരിമ്പുള്ള സ്ഥലം കണ്ടെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഇതിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമെല്ലാം നിങ്ങളെ കാണിക്കുകയാണ്. വണ്ടി ഒതുക്കി 5 മിനിറ്റ് നിർത്തി നമുക്കിതൊന്ന് കാണാം. എന്തായാലും ഇതൊരു വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും 5 മിനിറ്റ് നമുക്ക് ഇവരെന്താ കാണിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഇതാണ് ചുള്ളിക്കരിമ്പ്. നമ്മളെ കണ്ട എല്ലാവരും ഇല്ല കേട്ടോ. ജയ് കിസാൻ, ജയ് ജവാൻ, ജയ് കിസാൻ. അവരുടെ കൃഷിക്കാർക്ക് കളങ്കമില്ല. നമ്മളെപ്പോലെ അവരെല്ലാവരും ഇങ്ങോട്ട് നോക്കുകയാണ്. ഇതൊരു ഗ്രാമമാണ്. എന്ത് രസമാണെങ്കിൽ വെച്ചിരണല്ലേ. അവരൊരു വണ്ടിയെ കേൾക്കുന്നത് കൊച്ചടാ. ഒരു കിസാനി നോക്കി കണ്ടോ. അതിൻ്റെ മേലെ ചൊറിഞ്ഞ് അതൊന്നും വിഷയമല്ല. അവരുടെ അച്ഛൻ ആ വണ്ടി മുഴുവൻ കുഞ്ഞുങ്ങളാണ്.
അമ്മയും അച്ഛനും മക്കളും എല്ലാം നിൽക്കുന്ന കണ്ടോ. അവൻ കുറച്ച് നേരം കാണിച്ചു തന്നിരിക്കണം കേട്ടോ. അവനും ഉണ്ട് അഭിമാനം, അവനും വെച്ചാൽ കരിമ്പിൻ്റെ വിളവെടുപ്പാണ്. ആ വണ്ടിക്കകത്ത് കൊള്ളുന്ന കരിമ്പ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തമിഴിൻ്റെ വണ്ടിയിൽ പോലും കൊള്ളില്ല. ഇത് കരിമ്പിൻ്റെ ചണ്ടിയാണ്, അത് പശുവിനോടൊക്കാൻ കണ്ടോ. ഇത് കരിമ്പിൻ്റെ ഈ വെള്ള വണ്ടിക്കകത്ത് കരിമ്പിൻ്റെ തല കയറ്റുകയാണ് പശുക്കൾക്കും ആടുകൾക്കും എല്ലാത്തിനും. അത് കരിമ്പിൻ്റെ എല്ലാത്തിനും പൈസയാണ്. അമ്മ നമ്മളത് നോക്കണുണ്ടോ. എന്താ അവരുടെ കൊള്ളുന്ന വെയിലത്ത് പോലും തിരിച്ചു നിൽക്കുന്ന അവരുടെ ആ മനസ്സ് അവർണ്ണനീയം. ഇതിൽ കൂടുതൽ കാഴ്ച സ്വപ്നങ്ങളിൽ മാത്രം. മാതാജി തരൂ. കരിമ്പ വണ്ടിയിലേക്ക് എത്തുന്ന ആ ഒരു സെക്ഷൻ കണ്ടു. വെട്ടിയെടുക്കുന്നു, നേരെ കാര്യം ഇന്നകലെ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഇത്രയും വലിയ വെയിലത്ത് ഉച്ചയ്ക്ക് ഒരു വെയിലത്ത് 2 മണി സമയത്തുള്ള നാസിക്കിൽ നിന്നുള്ള ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനമായ നാസിക്കിൽ നിന്നുള്ള കാഴ്ചയാണ്. നോട്ടടിക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ നോട്ടടിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനമായ നാസിക്കിൽ നിന്ന് കഷ്ടപ്പെട്ട് ചോര കളഞ്ഞ് കരിമ്പ് വണ്ടിയിൽ കയറ്റി വിശർപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ആ നോട്ട് മതി എന്ന് പറയുന്ന ഇന്ത്യയിലെ കർഷകരെയാണ് ഈ കാണുന്നത്. അവരുടെ ആ ചടുലമായ ആ വർക്കിൻ്റെ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിനല്ലാതെ മറ്റാർക്ക് കഴിയും? ഇതുപോലുള്ള നല്ല നല്ല എക്സ്ക്ലൂസീവ് വീഡിയോകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ അമർത്തുക. നല്ല ഒന്നാം തരം ഒരു നട്ടുച്ച നേരം ഞങ്ങളും വെയിൽ കൊള്ളുകയാണ്. ഈ കാഴ്ച വെയിൽ കൊണ്ട് ഞങ്ങളും കാണുകയാണ്. ഒരു കൊച്ചു പെണ്ണാണ് കേട്ടോ, അത് ഒരു കൊച്ചു പെൺകുട്ടിയാണത്. ആ വണ്ടി കൺട്രോൾ ചെയ്യുന്ന 4 ഡ്രൈവർമാരെ കണ്ടോ. 6 വയസ്സ്, 5 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 3.5 വയസ്സ്, അങ്ങനെയുള്ള 4-5 ആളുകളാണ് ആ ട്രാക്ടർ കൺട്രോൾ ചെയ്യുന്നത്. ആ വണ്ടിയുടെ ടയറിൻ്റെ ഇടയിൽ കൊച്ചിരിപ്പുണ്ട് കേട്ടോ, ഒരു പച്ച ഡ്രസ്സൊക്കെ. നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചതിൻ്റെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ ഈ ചാനലിൻ്റെ യഥാർത്ഥ സത്യസന്ധത തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് കഴിയും. അതിലൂടെ നിങ്ങൾ ഈ ചാനൽ എന്നും കാണുന്ന ഒരു ആളായി മാറും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കൃഷിയെ സ്നേഹിക്കുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന, ആ കൊച്ചുങ്ങളുടെ പിഞ്ചു മുഖങ്ങൾ സ്നേഹിക്കുന്ന ആർക്കും, ആ ഇഷ്ടപ്പെടുന്ന ആർക്കും ഞങ്ങളുടെ ഈ വീഡിയോയെ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ജയ് കിസാൻ. വരുന്ന കാഴ്ച കണ്ടോ, കിസാൻ്റെ ഒരു കൊച്ചു വന്ന കണ്ടോ. ഇത് അവർക്കല്ലാതെ നമ്മൾ ആർക്ക് കൊടുക്കും? ഞങ്ങളിങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവരുവാണ്. ഇങ്ങനെ കാണുന്ന കൃഷിക്കാരെ കണ്ട ഞാൻ വിടില്ല, അവർക്ക് തന്നെ കൊടുക്കുള്ളൂ. ആ കൊച്ചു ഓടി വരുന്നുണ്ട്. आराम सा मैंने किस आराम അമ്മയുടെ സന്തോഷം കണ്ടോ.
ആ മാതാവ് നമ്മളെ ഭഗവാനെ പോലെ കാണുന്നു. അവരുടെ പ്രാർത്ഥന മതി. കേരളത്തിലുള്ള ഒരു കൊച്ചു കൃഷിക്കാരന് ഇതിൽ കൂടുതൽ സന്തോഷം ഇനി കിട്ടാനില്ല. എങ്കിൽ നമുക്ക് അവർക്ക് ടാറ്റ് കൊടുത്ത് അടുത്ത നല്ല കാഴ്ചകളിലേക്ക് വരാം. നല്ല ബിസ്ക്കറ്റ് ഏതാണ്ട് ഒരു 10 പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്, കടലയുണ്ട്. കുട്ടികൾ ആ ബിസ്ക്കറ്റ് വരുന്ന കാത്തു നിൽക്കുക അല്ലേ? വിളിക്കുന്നത് അങ്ങനെ ഇരുത്ത്. ബാബ എന്നാ വിളിക്കണം നമ്മളെ ബാബ. ഇവിടെ ഉത്സവമേളയായിരിക്കാം. തലയിൽ തൊപ്പി വെച്ച കിസാൻ, ഇതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മുഴുവൻ ഞങ്ങൾ ആമാത്മ്യം എന്ന് ഓർത്തു. അല്ല, ഇവർക്ക് കൊയ്ത്തിൻ്റെ അന്ന് ഉത്സവമാണ്. ഭക്ഷണം കഴിക്കുക, ആളുകൾക്ക് ഉത്സവം നടത്തുക. റോഡ് സൈഡിൽ അവിടെ പല സ്ഥലത്തും ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ കണ്ടു. ഇത് കൊയ്ത്ത് ഉത്സവ മേളയുടെ ഭാഗമായിട്ട് കിസാനുകൾ ഇങ്ങനെ വാഹനത്തിൽ ഇത് കണ്ടോ. ഹായ്, ജയ് കിസാൻ, ജയ് ജവാൻ. അവർ ഭക്ഷണം ഇരുന്ന് കഴിക്കുക റോഡ് സൈഡിൽ. ഇവിടെയൊക്കെ കരിമ്പ് ഇങ്ങനെ അടിപൊളിയായിട്ട് മുറുക്കിയാണ്. ഇത് കുറ്റിക്കരിമ്പാണ്, ചുള്ളിക്കരിമ്പ്. ഇവിടെ ഇവരത് ഇങ്ങനെ പറയുന്നത് കുഞ്ഞിക്കരിമ്പ്. ഇതിന് വേറൊരു ഔഷധ ഗുണമാണ്, മധുരവും കൂടുതലാണ്. ഹൈബ്രിഡ് അല്ല, പുരാതന കാലത്തെ ആ കൃഷി ചെയ്യുന്ന പുരാതനമായ ഒരു കരിമ്പിൻ്റെ ഗ്രാമത്തിലൂടെ സിമൻ്റിട്ട വഴി, ആ വഴിയിലൂടെയാണ്. ഇവിടെയും സിമൻ്റ് റോഡുകളാണ് വന്നിരിക്കുന്നത്. കരിമ്പ് വെട്ടിയതിന് ശേഷം ആ പാടം കത്തിച്ച് അടുത്ത വിളവെടുക്കുമ്പോൾ ആ ചാരത്തിൽ നിന്നുള്ള അമ്ലാംശം വീണ്ടും അടുത്ത കൃഷിയെ പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അതിൻ്റെ ഭാഗങ്ങളായ ഈ മനോഹരമായ എക്സ്ക്ലൂസീവ് വീഡിയോയാണ് നിങ്ങളിലേക്ക് സാജൻ പൈനാപ്പിൾ എത്തിക്കുന്നത്. ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു, തിരക്ക് പിടിക്കണ്ട. നമുക്ക് തിരക്കല്ല വേണ്ടത്, പതുക്കെ കാണാം. 2 വശങ്ങളും കാണാം. ഇവിടെ ആ കരിച്ച സ്ഥലം ഉഴുത് മറച്ചിട്ടിരിക്കുന്ന കണ്ടോ. അപ്പോൾ മണ്ണിൻ്റെ അമ്ലാംശം, മണ്ണിൻ്റെ ഉണക്ക്, മണ്ണ് വിളയും. പൊന്നാണ് കിടക്കുന്നത് മക്കളെ, പൊന്നാണ്. കറുത്ത മണ്ണ്, ചാരവും മണ്ണും കൂടി കറുത്ത ആ പ്രദേശത്തിൽ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ട് സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസ് ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതുപോലുള്ള 100 കണക്കിന് കാഴ്ചകൾ നിങ്ങളിലേക്ക് എപ്പോഴും എത്തിക്കൊണ്ടിരിക്കും സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിൽ. സാജൻ പൈനാപ്പിൾ ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് ട്രാവൽ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.